ഇപ്പോൾ 1.5 മണിക്കൂർ നീളുന്ന ചടങ്ങ് എന്നുള്ളതാണ് അറിയാനാകുന്നത്. 224 കർദിനാൾമാർ, 750 പുരോഹിതർ, ബിഷപ്പുമാർ ഒക്കെ പങ്കെടുക്കുന്ന ചടങ്ങാണ്. രാഷ്ട്രത്തലവന്മാർ പലരായി എത്തിക്കൊണ്ടിരിക്കുന്നു. ഡൊണാൾഡ് ട്രംപും വ്ളാദിമിർ സെലൻസ്കിയും വില്യം രാജകുമാരന്മാരും അടക്കം 130 വിദേശ പ്രതിനിധികൾ പങ്കെടുക്കുമെന്നാണ് വത്തിക്കാൻ അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ കർദിനാൾമാർ എത്തുന്ന ദൃശ്യങ്ങളാണ് തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് എലവത്തിങ്കൽ, ഇപ്പോൾ കർദിനാൾമാർ ഈ ചടങ്ങിനെത്തുന്ന ദൃശ്യങ്ങൾ, അതോടൊപ്പം തന്നെ ഈ പ്രാർത്ഥനകൾക്ക് കാർമ്മികത്വം വഹിക്കുന്നത് ആരാണ് എന്നതിലൊക്കെ കൃത്യമായ തീരുമാനമുണ്ടല്ലോ അല്ലേ? സംഘത്തിൻ്റെ ഡീൻ ഹെഡ് ആയിരിക്കുന്ന കർദിനാൾ ബത്തിസ്ത റേ എന്ന് പറയുന്ന കർദിനാളാണ് ഈ തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികനായിരിക്കുക. അദ്ദേഹം ഇറ്റലിയിൽ നിന്നുള്ള കർദിനാളാണ്. 91 വയസ്സ് അദ്ദേഹത്തിനുണ്ട്. വളരെ ദീർഘകാലം വത്തിക്കാൻ കൂരിയയിൽ പ്രവർത്തിച്ചിട്ടുള്ള അദ്ദേഹം പ്രത്യേകിച്ച് കോൺഗ്രിഗേഷൻ ഫോർ ദ ബിഷപ്സ് എന്ന് പറയുന്ന ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിട്ട് ദീർഘകാലം ഇരിക്കുകയും പിന്നീട് റിട്ടയർമെൻറ്റിന് ശേഷം വൈസ് ഡീൻ ഓഫ് കാർഡിനൽസ് എന്നുള്ള പൊസിഷനിൽ കുറേ കാലം വരുന്നതിന് ശേഷമാണ് ഈ അടുത്ത കാലത്ത് അദ്ദേഹം കർദിനാൾ സംഘത്തിൻ്റെ ഡീനായിട്ട് നിയമിക്കപ്പെടുക. അദ്ദേഹമാണ് ഇന്നത്തെ തിരുക്കർമ്മങ്ങളുടെ പ്രധാന കാർമ്മികനായിരിക്കുക. ഇക്കാര്യങ്ങളെല്ലാം സഭയുടെ നിയമമായിട്ടുള്ള, പ്രത്യേകിച്ചും ഒരു മാർപ്പാപ്പ മരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ അടങ്ങുന്ന ഒരു നിയമസംഹിതയുണ്ട്. ആ നിയമസംഹിതയിൽ വ്യക്തമായിട്ട് ആരാണ് ശവസംസ്കാര ശുശ്രൂഷകൾ നടത്തേണ്ടത് എന്നുള്ളത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതനുസരിച്ചാണ് ഡീൻ ഓഫ് കോളേജ് ഓഫ് കാർഡിനൽസ് ആയിട്ടുള്ള കർദിനാൾ ബത്തിസ്ത റേ ഇന്ന് ഈ തിരുക്കർമ്മങ്ങൾ നടത്തുക. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ലോകത്തിലെ എല്ലാ കർദിനാൾമാരും, സാധിക്കുന്ന എല്ലാ കർദിനാൾമാരും തന്നെ അവിടെ സന്നിഹിതരായിരിക്കും. ആർച്ച് ബിഷപ്പ്മാർ സന്നിഹിതരാണ്, വൈദികർ സന്നിഹിതരാണ്, സന്യസ്തർ, അൽമായർ, അങ്ങനെ ലോകത്തിലെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള വിശ്വാസഗണമുണ്ട്. ഒപ്പം തന്നെ ലോക മത നേതാക്കളുമുണ്ട്. എല്ലാവരും ചേർന്നാണ് ഈ ശുശ്രൂഷയിൽ പങ്കുകാരാവുകയും 224 കർദിനാൾമാർ, 750 പുരോഹിതന്മാരും ബിഷപ്പുമാരും അല്ലേ? അതെ. ഒപ്പം തന്നെ നമുക്കറിയാവുന്നതുപോലെ ഈ വ്യത്യസ്തങ്ങളായിട്ടുള്ള സഭാ സമൂഹങ്ങളുണ്ട്. സീറോ മലബാർ സഭ, സീറോ മലങ്കര സഭ, ലത്തീൻ സഭ തുടങ്ങി ആഗോളതലത്തിൽ 24 സഭകളുണ്ട്. ലത്തീൻ സഭയ്ക്ക് പുറമെ 23 പൗരസ്ത്യ സഭകൾ കത്തോലിക്ക സഭയുടെ ഭാഗമാണ്. ഓരോ കത്തോലിക്ക സൂയൂരിസ് ചർച്ച് എന്നറിയപ്പെടുന്ന പൗരസ്ത്യ സഭകൾക്കും അത് നയിക്കുന്നതിനായിട്ട് പാത്രിയാർക്കന്മാരോ അല്ലെങ്കിൽ മേജർ ആർച്ച് ബിഷപ്പ്മാരോ ഉണ്ട്. നോക്കൂ, ഇപ്പോൾ മൃതദേഹം അടങ്ങിയ പേടകം കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. നാല് കിലോമീറ്റർ ദൂരം വളരെ പതുക്കെ നടക്കുന്ന വിലാപയാത്രയായിരിക്കും. റോമിൻ്റെ തെരുവുകളിലൂടെയുള്ള വിലാപയാത്ര. അതിനുശേഷമാണ് പള്ളിയിൽ എത്തിച്ചേരുന്നത്. പ്രാർത്ഥനയുടെ അകമ്പടിയോടെ കർദിനാൾമാർ ആണ് 2 ഭാഗത്തുമായി നിൽക്കുന്നത്. 16 ഭാഷകളിൽ പ്രാർത്ഥനകൾ ചൊല്ലുന്നു എന്നാണ് നേരത്തെ പറഞ്ഞത്. സെന്റ് പീറ്റേഴ്സ് ചത്തുരം ജനസാഗരമാണ്. 2 ലക്ഷത്തോളം വിശ്വാസികളാണ് ചടങ്ങുകൾ നേരിട്ട് വീക്ഷിക്കാൻ എത്തിയിരിക്കുന്നത്. വിലാപയാത്ര കടന്നു പോകുന്ന വഴികൾക്കിരുവശവും സ്ഥാപിച്ചിട്ടുള്ള ലോഹവേലിക്ക് പുറത്തു നിന്നും പൊതുജനങ്ങൾക്ക് വിലാപയാത്ര കാണാനാകും.
1.5 മണിക്കൂർ നീളുന്ന ചടങ്ങുകളാണ് നടക്കുക. എസ്ക്വിലിൻ കുന്നിന്റെ മുകളിലാണ് സെയിന്റ് മേരി മേജർ ബസിലിക്ക സ്ഥിതി ചെയ്യുന്നത്. റോമിലെ 4 പ്രധാന പേപ്പൽ പള്ളികളിലൊന്നാണിത്. 7 മുൻ പോപ്പുമാർ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്.